അത് ഞങ്ങളുടെ റൂം എന്തിനാ പരിശോധിക്കുന്നത്? എന്താ സർ പ്രശ്നം? പോലീസ് റൂം പരിശോധിക്കട്ടെ. ഇവരുടെ സംശയം മാറണമല്ലോ. ഇവിടെ ഒന്നുമില്ല സാർ. ഇവിടെ ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല സാർ. അതെ, ഇവിടെ നിങ്ങളെ കൂടാതെ വേറെ ആരെങ്കിലും ഉണ്ടോന്ന് ഞാൻ ചോദിച്ചോ? പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല സാർ, ആരുമില്ല. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല സർ. ക്രൈം നടന്നെന്നൊക്കെ ആരെങ്കിലും സാറിനെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും. ഞങ്ങളുടെ റൂമിലോ? അതെന്താ, ഈ റൂമിൽ ക്രൈം നടക്കാൻ പാടില്ലേ? ഇതെന്താ? അവിടെ ഒന്നുമില്ല സർ. അതെ, ഞങ്ങളുടെ സിക്ക് ബെഡാ. സിക്ക് ബെഡോ? ഇവർക്ക് ആർക്കെങ്കിലും അസുഖം വന്നാ ഇവിടെയാണ് കിടക്കാറ്. ഓ, ചെന്ന് നോക്കടോ. സാർ അവിടെ ആരുമില്ല സാർ. ആ, ഇതിനകത്ത് നിങ്ങളെ കൂടാതെ വേറെ ആരാ? ആരുമില്ല. പോയി നോക്കടോ. സാർ സാർ സർ സർ സാർ, അതെ ആരോ ആരോ? എന്റെ കർത്താവേ, ഇതാ പ്രതിയല്ലേ? മന്ത്രിയുടെ മോന്റെ പ്രതി. നീ ഇതിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നു. സാറേ, സർ വേണ്ട സാർ, അവനൊന്നും ചെയ്യരുത്. ഒരുത്തനെ നൈസായിട്ട് തട്ടിയിട്ട് പെമ്പിള്ളേരുടെ ഹോസ്റ്റലിൽ വന്ന് സുഖമായിട്ടിരിക്കണല്ലോ. യു ബ്ലഡി! അയ്യോ, സാർ അവനൊന്നും ചെയ്യരുത്. സർ, അവന് സുഖമില്ലാതിരിക്കുക. വൃന്ദയെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. താൻ ഇത്രയും മോശപ്പെട്ടൊരു കുട്ടിയായിരുന്നു. സർ, പോലീസിനെ വട്ടം കറക്കിയ പ്രതിയോട് ഒരു സെന്റിമെന്റ്സും പോലീസിനുണ്ടാവില്ല. ഇവനെ ഞാൻ പ്ലീസ് അവനെ തൊട്ട് പോരുത്. പനി വന്ന് കിടുങ്ങി വിറച്ചിരിക്കുകയാണ് സാർ. അവനൊന്നും ചെയ്യരുത് പ്ലീസ്. രോഗിയായ ഒരുത്തരെ കൈവയ്ക്കാൻ മാത്രം അത് പതിച്ച് പോയ പോലീസുകാര്. ഇവനൊരു പ്രതി ആയിരിക്കാം. അതിന്റെ പേരിൽ ശാരീരിക ഉപദ്രവം നടക്കില്ല സർ. ഇവനെ ഉപദ്രവിക്കാൻ പറ്റില്ല. ഇവിടെ രേഖ തുടരണമെങ്കിൽ പോലീസ് അത് ഞങ്ങളെ കൈവയ്ക്കേണ്ടി വരും. കിരൺ, നിങ്ങളൊക്കെ എന്താ ഇവിടെ ചെയ്യുന്നത്? വീടുകളിൽ നിന്ന് പഠിക്കാൻ തന്നെയാണോ നിങ്ങളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്? ഇവന്റെ കാര്യത്തിൽ പലരും നിങ്ങളെക്കുറിച്ച് സംശയം പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചില്ല. ഇപ്പൊ എല്ലാം നേരിട്ട് കണ്ണിൽ കണ്ട് ബോധ്യപ്പെട്ടല്ലോ. ഇത്രയും കാലം ഇതിനകത്ത് ഇങ്ങനെ ഒരു നാടകം നടക്കുന്നത് ഞാൻ അറിയാതെ പോയി.
നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതേയില്ല. പ്ലീസ്. നല്ല കുട്ടികളെന്ന് ഞാൻ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ തന്നെ ഈ അവസ്ഥയിൽ എന്റെ മുന്നിൽ വന്ന് നിന്നല്ലോ. ഛേ, ഇത്രയും നാളും നിങ്ങൾ അറിയാതെ നടന്ന നാടകമാണ് ഇപ്പൊ പോലീസ് കണ്ടെത്തിയത്. ആരോ, യു ആർ അണ്ടർ അറസ്റ്റ്. ഇവനെ മാത്രമല്ല, ഈ കുറ്റവാളിയെ സംരക്ഷിച്ച നിങ്ങൾ 5 എണ്ണത്തിനെ ഞാൻ അറസ്റ്റ് ചെയ്യും. മേഡം, ഇവരെ ഞങ്ങൾ കൊണ്ടുപോവാം. നടക്കണോ? സർ, എന്റെ ഈശോയെ, എന്തേ കാണണേ? മന്ത്രിയുടെ മോനെ കൊന്നവനാണല്ലോ ഇത്രയും നാളും കാവലിരിക്കേണ്ടി വന്നത്. നമ്മളിത് അറിഞ്ഞില്ലല്ലോ. നിന്റെ പണി പോടി അമ്പിളി. മന്ദാകിനി ഇതിന് കൂട്ടല്ലായിരുന്നോ? എന്നെ സംശയിച്ചോണ്ടല്ലോ നിന്നെ. മിണ്ടാതിരിക്കേ, അല്ലെങ്കിൽ ഈ ഹോസ്റ്റലിന് പുറത്തു പോ. ആരവനെ 5 സുന്ദരിയും പൊക്കിയോടി, എല്ലാത്തിനും ഒരുമിച്ച് പൊക്കി. സൂപ്പർ. ഇനിയാണ് പലരും പലതും ഇവിടെ കാണാൻ പോകുന്നത്. വാടി വാടി ഇവിടെ. ഒരു മിനിസ്റ്ററുടെ മകനെ കൊന്ന കൊലയാളിയാണ് നിങ്ങൾ ഇത്രയും കാലം ഒളിപ്പിച്ചത്. അതും സ്വന്തം മുറിയില്. ഈ കുറ്റത്തിൽ നിന്ന് നിങ്ങൾ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. വെൽ ഡൺ സർ. ഇവൻ ഇതിനകത്ത് തന്നെ ഉണ്ടെന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞതാ. ഇവിടുത്തെ വാർഡനും പോലീസിനും എപ്പോഴാണോ നേരം വെളുത്തത്.